സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഉപരോധത്തിന് നേതൃത്വം നൽകി ഇറാനിയൻ നാവികസേനാ മേധാവിയെ ബന്ദർ അബ്ബാസിലെ ആക്രമണത്തിലൂടെ വധിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തടയുന്നതിന് അലി റെസ തങ്സിരി നേരിട്ട് ഉത്തരവാദിയാണെന്നും അദ്ദേഹത്തെ സ്ഫോടനത്തിലൂടെ വധിച്ചുവെന്നും ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. ഇറാൻ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. 2018-ലാണ് അലി റെസ തങ്സിരി IRGC നാവികസേന കമാൻഡറായി നിയമിതനായത്. ഇതിനു മുൻപ് 2010 മുതൽ അദ്ദേഹം IRGC നേവിയുടെ ഡെപ്യൂട്ടി കമാൻഡറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ബന്ദർ അബ്ബാസിലെ ഒരു നാവിക താവളവും സൈനിക സമുച്ചയവും ആക്രമിക്കപ്പെട്ടു. കൂടാതെ ഇറാന്റെ ഔദ്യോഗിക റേഡിയോ ട്രാൻസ്മിറ്ററും തകർക്കപ്പെട്ടു. തുറമുഖത്തിന് സമീപമുള്ള ഒരു ഗ്യാസ് പ്ലാന്റിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നഗരത്തിലെ ജനവാസ മേഖലകളിലും മിസൈലുകൾ പതിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. തലസ്ഥാനമായ ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഷിറാസ് നഗരത്തിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ തകർക്കുന്നതിനിടെയുണ്ടായ അവശിഷ്ടങ്ങൾ വീണ് അബുദാബിയിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിന്റെ മധ്യഭാഗത്തും ടെൽ അവീവിലും ഇറാൻ 7 ഘട്ടങ്ങളിലായി മിസൈലുകൾ തൊടുത്തുവിട്ടു. മിസൈൽ പതിച്ച് ടെൽ അവീവിൽ 2 പേർക്ക് പരിക്കേറ്റു.